തലപ്പത്ത് അഴിച്ചുപണി 6 ജില്ലകളിൽ പുതിയ കളക്ടർമാർ. കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ കെ വിജയനെ മാറ്റി. വ്യവസായ വകുപ്പ് ഡയറക്ടറാണ് മാറ്റി നിയമിച്ചത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കളക്ടർ അരുൺ കെ വിജയനെതിരെയും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഗതാഗത സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PP നൂഹിനെ GST കമ്മീഷണറായി നിയമിച്ചു. കോഴിക്കോട്, പത്തനംതിട്ട, പാലക്കാട്, ആലപ്പുഴ, കൊല്ലം ജില്ലാ കളക്ടർമാരെയും മാറ്റിയിട്ടുണ്ട്. P വിഷ്ണുരാജാണ് കണ്ണൂരിലെ പുതിയ കളക്ടർ. MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കളക്ടറായി മാറ്റി നിയമിച്ചു. നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തനം 5 പോലീസുകാർ പ്രതികൾ. ഇത് സംബന്ധിച്ച് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. അനിൽ, സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ തുടങ്ങിയവർ പ്രതികളാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗൺമാൻമാർക്കെതിരെ വകുപ്പ് ചുമത്തിയിട്ടില്ല. ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ 5 പേർക്കുമെതിരെ വകുപ്പ് തല നടപടി ശുപാർശ ഉടൻ DGPക്ക് കൈമാറും. കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു. ചെറുവണ്ണൂർ പൂവത്തുംചാലിൽ സ്വദേശി രജിൻലാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇതോടെ സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. രജിന്റെ ഭാര്യ സോന മെയ് 15 തന്നെ മരണപ്പെട്ടിരുന്നു. 6 മാസം ഗർഭിണിയായിരുന്നു സോന. പാലേരി, കുയിമ്പിൾ, കള്ളിക്കണ്ടി, മീത്തൽ സ്വദേശിനിയായ സോന കാറിന് തീ കൊളുത്തിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. ദമ്പതികൾക്കിടയിൽ നേരത്തെ കുടുംബ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സ്കൂൾ വാഹനത്തിലെ ജീവനക്കാർക്ക് പുതിയ നിബന്ധനയുമായി വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ വാഹനത്തിലെ ജീവനക്കാർക്ക് ഇനി മുതൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. പുതിയ നിർദ്ദേശവുമായി വിദ്യാഭ്യാസ വകുപ്പ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഒഴിവാക്കണമെന്നും നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കൽ, മദ്യപിച്ച് വാഹനമോടിക്കൽ, ഗുരുതര ട്രാഫിക് നിയമലംഘന കേസുകളിൽ ഉൾപ്പെട്ടവർ എന്നിങ്ങനെയുള്ളവരെ നിയോഗിക്കരുത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. നടൻ ടിനി ടോമിനെതിരെ ആഞ്ഞടിച്ച അൻസിബ ഹസൻ. എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറിയായി വന്നത് മുതൽ തനിക്കെതിരെ ആരോപണങ്ങൾ തുടങ്ങിയതാണെന്ന് അൻസിബ പറഞ്ഞു. ഒരു കമ്മിറ്റിയാകുമ്പോൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഒന്നാകില്ലെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വ്യക്തിപരമായി എടുക്കുന്നുവെന്നും അൻസിബ പറഞ്ഞു. അതേസമയം നടി അൻസിബ ഹസൻ ടിനി ടോമിനെതിരായ ആരോപണത്തിൽ നടന്നത് ആസൂത്രിത നീക്കമാണെന്നും ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും ശ്വേത മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അൻസിബയെ വിളിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ല. മാധ്യമങ്ങളോട് പറഞ്ഞ പരാതി അമ്മയ്ക്ക് ലഭിച്ചത് ഇന്ന് 2 മണിക്കാണ്. അമ്മയുടെ രീതിക്കനുസരിച്ച് പരിശോധിക്കുമെന്നും ശ്വേത മേനോൻ പറഞ്ഞു. വിഷു ബമ്പറിന്റെ 1ാം സമ്മാനം കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിന്. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പ് പുറത്തിറക്കുന്ന വിഷു ബമ്പർ BR 109 ലോട്ടറിയുടെ 1ാം സമ്മാനം കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിന് 12 കോടി രൂപയാണ് 1ാം സമ്മാനം. BB 135 452 എന്ന നമ്പറിനാണ് 1ാം സമ്മാനം അടിച്ചിരിക്കുന്നത്. അനിൽ D എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റാണിത്. 1ാം സമ്മാനം നേടുന്ന അതേ അക്കം വരുന്ന മറ്റ് 5 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപയുടെ സമാശ്വാസ സമ്മാനവും ലഭിക്കും. തൃശൂരിൽ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ കള്ളൻ കയറി. ഓഫീസിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്ത് കടന്നയാൾ അലമാരികളെല്ലാം തല്ലിത്തകർത്തെങ്കിലും പണമൊന്നും തൊട്ടിട്ടില്ല. പകരം വിവിധ വകുപ്പുകളുടെ സുപ്രധാന ഫയലുകൾ ഓരോന്നായി വലിച്ചു വാരിയിട്ട് വിശദമായ പരിശോധന നടത്തുകയായിരുന്നു. ഓഫീസ് മുറിയിലെ ലാപ്ടോപ്പ് ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. എല്ലാ മുറികളുടെയും പൂട്ട് തകർത്തിട്ടുണ്ട്. രാവിലെ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് വാതിൽ തുറന്ന നിലയിൽ കണ്ടത്. തൃശൂരിൽ ഇടഞ്ഞാനയെ തളച്ചു. വിരണ്ടോടി ആന ഓട്ടോയും കാറും ബൈക്കും തകർത്തു. കൊല്ലം സ്വദേശി ഉടമയുടെ ആനയായ ശിവൻലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ഇടഞ്ഞത്. രാവിലെ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്നതിനിടെയാണ് ആന വിരണ്ടോടിയത്. 2 കിലോമീറ്ററോളം ദൂരം ഇടവഴിയിൽ കൂടി ഓടിയ ആന ഒരു കാറും ഓട്ടോറിക്ഷയും കുത്തിമറിച്ചു. ഒരു സ്ത്രീ ഓടിച്ചിരുന്ന കാർ ആണ് കുത്തിമറിച്ചത്. ആക്രമണം നടത്തിയ സമയത്ത് കാറിനുള്ളിൽ കുടുങ്ങിയ സ്ത്രീയും മകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 7 വാഹനങ്ങളും ആന തകർത്തിട്ടുണ്ട്. 10ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടാക്കി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച റസൂൽ പൂക്കുറ്റി. സർക്കാർ മാറിയ പശ്ചാത്തലത്തിലാണ് രാജി. വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനും മധുപാലും രാജിക്കത്ത് നൽകി. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ് മാതൃവകുപ്പിലേക്ക് മടങ്ങും. ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി പ്രേംകുമാറിന്റെ പേര് പരിഗണനയിൽ. സർക്കാർ മാറിയ സാഹചര്യത്തിൽ വിവിധ കമ്മിറ്റികളിൽ നിന്നും അക്കാദമികളിൽ നിന്നും ചെയർമാൻമാർ രാജിവെച്ചിരുന്നു. റസൂൽ പൂക്കുറ്റിയെ ചെയർമാനായി ചുമതലപ്പെടുത്തിയതിനു മുമ്പ് പകരം ചുമതല നൽകിയിരുന്നത് വൈസ് ചെയർമാനായ പ്രേംകുമാറിനായിരുന്നു. സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ പ്രേംകുമാറിന് കടുത്ത അതൃപ്തിയുമുണ്ടായിരുന്നു.
ഇന്ധനവില വീണ്ടും കൂടി. 10 ദിവസത്തിനിടെ വില കൂടുന്നത് മൂന്നാം തവണ. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. 10 ദിവസത്തിനുള്ളിൽ മൂന്നാം തവണയാണ് വില കൂട്ടുന്നത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 112.60 രൂപയായി. ഡീസൽ വില 101 കടന്നു. കൊച്ചിയിൽ പെട്രോളിന് 110.60 രൂപ കൂടി. ഡീസൽ വില കൊച്ചിയിൽ 99.54 ആയി.